ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അമ്മ വാഴും പുണ്യഭൂമി, മൺതരികളിൽ നിന്ന് പോലും ശരണമന്ത്രങ്ങൾ ഉയരുന്ന ഈ ശാക്തേയ സന്നിധിയിൽ അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടുന്ന സമസ്താപരാധങ്ങളെയും പൊറുക്കണമേ എൻ്റെ അമ്മയെന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്കെല്ലാം അർത്ഥം നൽകുന്ന ആ പുണ്യഭൂമിയിൽ ഏതൊരു ഭക്ത മനുഷ്യനും ഒരു നിമിഷമെങ്കിലും എത്തിച്ചേരാനാകുന്നത് തന്നെ ജന്മജന്മാന്തര സുഹൃതം. ഈ പുണ്യഭൂമിയിൽ ഇതാ മണ്ണും മനുഷ്യനും മനസ്സുകളും കാത്തുകാത്തിരുന്ന ചൈതന്യ നിമിഷത്തിന് നേരം കുറിക്കുകയാണ്. അതെ, ഒരു വർഷമായി കൊടുങ്ങൂരെന്ന ദേശം കാത്തുകാത്തിരുന്ന ആ പുണ്യഭൂമിയിൽ ഒരുങ്ങുകയാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സൗന്ദര്യ തിലകങ്ങൾ ഒന്നുചേരുന്ന, ഗജറാണിമാർ പങ്കുചേരുന്ന, പെടിയാന ചന്തങ്ങൾ ഒരുങ്ങുന്ന ഗജമേള. ഈ പുണ്യഭൂമിയിലേക്ക്, ഈ ചൈതന്യധാരയിലേക്ക്, ഈ പുണ്യനിമിഷത്തിലേക്ക് മുഴുവൻ സജ്ജനങ്ങൾക്കും ഭക്തകോടികൾക്കും മാനപ്രേമികൾക്കും അമ്മയുടെ സജ്ജനങ്ങൾക്കും ഒരായിരം സ്വാഗതം, സുസ്വാഗതം. അന്തിമഹാകാളനായി ലോകാധിനാഥനായ മഹാദേവനും അഭയവരദായിനിയായി അതിമഹാമായ ഐലയക്ഷിയായും സർവൈശ്വര്യം ചൊരിഞ്ഞ മഹാവിഷ്ണു ഭഗവാനും ഒറ്റ ശ്രീകോവിലിൽ ഭക്തസഹസ്രങ്ങൾക്ക് അനുഗ്രഹ വർഷമായി കുടികൊള്ളുന്ന പുണ്യഭൂമിയാണിത്. ഇത് മേജൂർ കൊടുങ്ങൂർ ദേവീക്ഷേത്രം. മുന്നിലെത്തുന്ന ഭക്തന്റെ സർവ്വ ദുഃഖ ദുരിതങ്ങളും മാറ്റി ആപത്തുകളിൽ അരികിലെത്താതെ അമ്മ കാത്തു സംരക്ഷിക്കുന്ന മണ്ണിൻ്റെ ഒരാഘോഷത്തിൻ്റെ വരവാണ് ഈ പുണ്യഭൂമിയിൽ. ഈ ആഘോഷങ്ങൾക്ക് മുന്നിൽ പറയുവാൻ ഒരു പേരുണ്ട്. കരുത്തും കരുതലും കാരുണ്യവുമാണ് ദേശാധിപതിയായി കൊടുങ്ങല്ലൂരമ്മയുടെ ആ മാനസപുത്രിയായിരുന്നവൾ. പിടിയാനകൾ ഒന്നൊന്നായി ഈ മണ്ണിൽ അണിനിരക്കുമ്പോൾ നാടിൻ്റെ എക്കാലത്തെയും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണ് ഈ മണ്ണിൻ്റെ സ്വന്തം ഗജറാണി കൊടുങ്ങല്ലൂർ വൈജയന്തി. അതെ, കൊടുങ്ങൂരമ്മയെ പതിറ്റാണ്ടുകൾ ശിരസിലേറ്റിയ ഈ നാടിൻ്റെ പൊന്നോമന കൊടുങ്ങൂർ വൈജയന്തി. കൊമ്പന്മാരെ വെല്ലുന്ന തലയെടുപ്പാണവൻ. ആരു കണ്ടാലും കണ്ണെടുക്കാത്ത സൗന്ദര്യമായിരുന്നു അവൾക്ക്. കരിവീട്ടി തോൽക്കുന്ന ശരീരവും വെള്ളാരങ്കൽ ചുട്ടികുത്തിയ മുഖവും ഒത്ത ഇടനീളവും നല്ല കൈയിറക്കവും അടക്കം ഒരാനയ്ക്ക് വേണ്ടുന്ന ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയവളായിരുന്നു അവൾ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചു മടങ്ങിയ വൈജയന്തിക്ക് ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടിതാ ഇവിടെ ഒരുങ്ങുകയാണ് 2024 കൊടുങ്ങൂർ ഗജമേള. വീണ്ടും
ഈ ഭഗവത വശ്യസുന്ദരി ഗജറാണി ഉള്ളൂർ വേപ്പിൻകോട് ഇന്ദിര. അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കണ്ണുകൾക്ക് ആവേശമാകുന്ന കരിയെടുക്കുകൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ കരിവീര വസന്ത ലോകത്തെ ഗജറാണി സുന്ദരി ഇതാ ഒരുങ്ങി നിൽക്കുകയാണ്. നടയടികൾ വെച്ചു ചെന്ന മണ്ണിലെല്ലാം നായികയുടെ സ്ഥാനം നേടി ആവേശത്തിന് പ്രതിരൂപം തീർത്തവൾ, നിത്യ കല്യാണിയായി കുമാരനെല്ലൂരിൽ വാടുന്ന ബ്രഹ്മമഹാദേവിക്ക് പീഠം തീർത്ത ഗജറാണി കടന്നു വരികയാണവൾ. ഈ ഭഗവത വശ്യസുന്ദരി ഉള്ളൂർ വേപ്പിൻകോട് ഇന്ദിര. അങ്ങനന്തപുരിയുടെ മടിത്തട്ടിൽ നിന്നും ആനക്കേരളം അകതാരിലെത്തിയ പിടിയാനൻ ചന്തമാണിത്. അറിഞ്ഞ് സ്വീകരിക്കുന്ന നാട്ടിൽ അഴകിന്റെ മൂർത്തി ഭാവം കാണിച്ചു നിന്ന ചരിത്രമുള്ളവളാണിത്. വന്നു നിന്നാൽ ഏതു ഗന്ധർവനും മയങ്ങുന്ന സുന്ദര സൗന്ദര്യത്തിന്റെ നേരിടും ഗജരൂപമാണിത്. അതെ, വെല്ലുവിളികളും പോർവിളികളും ഒന്നും തന്നെ ഇല്ലാതെ ആന എന്ന ലഹരിയോട് അടങ്ങാത്ത അഭിനിവേശം പുലർത്തുന്ന കൊടുങ്ങൂരിന്റെ മണ്ണിൽ തന്റെ സാരഥിമാരുടെ കൈയും പിടിച്ചു കടന്നു വന്നിരിക്കുകയാണവൾ. ഈ ഭഗവത വശ്യസുന്ദരി ഉള്ളൂർ വേപ്പിൻകോട് ഇന്ദിരയ്ക്കും സാരഥിമാർക്കും സ്വാഗതം, സുസ്വാഗതം. ആഗ്രഹമാരുടെ പെണ്ണുകളായി വിലസിയ ചാന്നാലിക്കാട്ടെ തമ്പുരാട്ടിക്കുട്ടി കടന്നു വരികയാണവൾ. അഴകിന്റെ ചാനലയിൽ കൂടി പിറന്ന ചരിത്ര നിയോഗങ്ങൾ സൃഷ്ടിച്ച മറ്റൊരു പിടിയാന ചന്തം ഗജറാണി ചാന്നാലിക്കാട് ശീല. കടന്നു വരുന്നു. സാരഥി ഷൈന്റെയും സണ്ണിയുടെയും കൈകൾ പിടിച്ചുകൊണ്ട് ആനകളും ആനക്കഥകളും നിറയുന്ന കൊടുങ്ങൂർ നാടിന്റെ ഹൃദയഭൂമിയിൽ അവതരിച്ച സൗന്ദര്യ ദേവത ഗജറാണി ചാന്നാലിക്കാട് ശീല. അതെ, വന്നു ചേരുകയാണവൾ. വേറിട്ട ചരിത്രം രചിക്കുന്ന കോട്ടയം ഗജറാണി. കോട്ടയം പട്ടണത്തിന്റെ നടുവിൽ തിരുനക്കര ആനയിട്ട് കൂടിയ ചരിത്രമുള്ളവൾ. തികവിന്റെ അഴകും സൗന്ദര്യവും തന്നോട് ചേർത്ത ശീല സുന്ദരി ചാന്നാലിക്കാട് ശീല ഇതാ കടന്നു വരുന്നു. അക്ഷരനഗരിയുടെ തലയെടുപ്പായ ചാന്നാലിക്കാട്ടെ തമ്പുരാട്ടിക്കുട്ടി ശീല. ശീലയ്ക്കും സാരഥിമാർക്കും വിശ്വപ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന കൊടുങ്ങൂർ ഗജമേളയിലേക്ക് പെൺപൂരത്തിൽ നിത്യസാന്നിധ്യമായവൾ ചാന്നാലിക്കാട്ടെ ശീലയ്ക്കും സാരഥിമാർക്കും കൊടുങ്ങൂർ ഗജമേളയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. കേരളത്തിന്റെ ഗജറാണി പാട്ടം ചൂടുവാൻ പിറവിയെടുത്തവൾ. അഴകേറുന്ന സൗന്ദര്യം തന്റെ തിരുവേണി കുടിയിൽ തീര കടന്നു വരുന്നു. കുമാരനെല്ലൂർ കാവ്യായനി പ്രിയ ഗജറാണി പാപ്പേട്ടം വീര.
എന്ന നാമം ആനപ്രേമികളുടെ മനസ്സിൽ കോറിയിട്ട പ്ലാത്തോട്ടത്തിന്റെ തമ്പുരാട്ടി, കൊടുങ്ങൂരമ്മയുടെ മണ്ണിന്റെ നിത്യ സാന്നിധ്യം, കുമാരനെല്ലൂർ കാർത്യായനി പ്രിയ ഗജറാണി, പ്ലാത്തോട്ടം വീണ, അഴകിന്റെ പിടിയാന ചന്തങ്ങൾ മാത്രം അണിനിരക്കുന്ന വിശ്വപ്രസിദ്ധമായ പിടിയാനപുരത്തിൽ നിത്യ സാന്നിധ്യമായവൾ, കൊടുങ്ങൂർ ഗജമേളയിലേക്ക് ഇതാ വലതുകാൽ വെച്ച് കടന്നു വരുന്നവൾ, കൊടുങ്ങൂരിന്റെ മണ്ണിൽ സുന്ദരിക്കുട്ടി, പ്ലാത്തോട്ടത്തിന്റെ സുന്ദരി, ദീനയ്ക്കും സാരഥിമാർക്കും സ്വാഗതം. കൊടുങ്ങൂരിന്റെ ജനമനസ്സുകളിലേക്ക് വീണ്ടും സ്വാഗതം, സുസ്വാഗതം. കടന്നു വരികയാണ് അക്ഷരനഗരിയുടെ വേറിട്ട സൗന്ദര്യം, കൊടുങ്ങൂർ ഭഗവതിയുടെ മകൾ, കാർത്യായനി പ്രിയ ഗജറാണി രത്നം, കൊടുങ്ങൂർ ഭഗവതി മകൾ, പത്മജപ്രിയ ദാസി, കോട്ടയ്ക്കാട്ട് പാഞ്ചാലി. സാരഥിമാർ അനീഷിന്റെയും അജിത്തിന്റെയും കടികൾ പിടിച്ചുകൊണ്ട് വരികയാണ് പാഞ്ചാലി. മികവിന്റെ ദന്തഗോപുരങ്ങൾക്ക് മുകളിൽ അഴകിന്റെ സിംഹാസനം അടക്കിവാടുന്ന താരറാണിയുടെ വരവ്, ചുവട് വെച്ച് വന്നാൽ ചരിത്രം രചിച്ചു മാത്രം അടങ്ങുന്ന കോട്ടയ്ക്കാട് നാടിന്റെ ധീരവാഗ്ദാനം. അഴകിന്റെ അവസാന വാക്കായിരുന്ന ചോറ്റാനിക്കര സൂര്യയുടെ പറഞ്ഞപ്പോൾ ചോറ്റാനിക്കര നമ്മെ കരുതിനും എഴുന്നേൽ നിൽക്കുവാൻ ശിരസിൽ പീഠമൊരുക്കിയവൾ, ശീലക്കുട്ടിക്ക് പകരക്കാരിയായി ചോറ്റാനിക്കരയുടെ ആരതിയെ സ്വീകരിച്ചവൾ, പ്രത്യക്ഷ മുഖാംബിയായ ഭഗവതിക്ക് പീഠം ഉയർന്നു വരികയുമായി ഐശ്വര്യത്തിന്റെ അഖിലേക്ഷി വാഴുന്ന കൊടുങ്ങൂരിന്റെ നാട്ടിൽ ഉത്സവത്തിടം കയറ്റുവാൻ വരികയാണവൾ. കൊടുങ്ങൂരിന്റെ ആവേശം, ശിരകളിൽ ആവാഹിച്ച സൗന്ദര്യത്തിലും പത്മജപ്രിയ ദാസി, കോട്ടയ്ക്കാട്ട് പാഞ്ചാലി. ഈ ഒരു പെൺമോനെ പിറക്കുവാൻ ഇവിടെ ആരാണ് നിറയ്ക്കുവാൻ തീരുമാനിക്കാതെ കടന്നു വരുന്ന പാഞ്ചാലി. അർജുനനൊപ്പം അങ്ങ് വടക്കു നിന്ന് രഥമേറി വന്ന പാഞ്ചാലി, 5 ദേവന്മാരുടെ മനസ്സിലാക്കിയ സൗന്ദര്യത്തിന്റെ മാതംഗ സ്വരൂപമായ പാഞ്ചാലി, കൊടുങ്ങൂരമ്മയുടെ ഉത്തമ പീഠം, ഗജരാജ രത്നപ്രിയദാസി, കോട്ടയ്ക്കാട്ട് പാഞ്ചാലി. ആവേശം കൊടുമ്പിരിക്കൊണ്ട് കൊടുങ്ങൂരിൽ വീണ്ടും ഒരു പൂരം ഒരുങ്ങുമ്പോൾ നായകത്വം വഹിക്കുവാൻ ഇതാ കടന്നു വന്നിരിക്കുന്നു ഈ നാടിന്റെ ആരോമൽ പുത്രി. ഇവിടെ ആഘോഷത്തിന്റെ പെൺപൂരം ഗജമേളയായി നിറയുമ്പോൾ പിടിയാന സൗന്ദര്യം എന്തെന്ന് കാണിക്കുവാൻ തോട്ടയ്ക്കാടിന്റെ പാഞ്ചാലിക്കുട്ടിക്ക് സ്വാഗതം. കൊടുങ്ങൂരമ്മയുടെ മാനസപുത്രിക്കും കൂട്ടർക്കും ഈ ഗജമേളയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. കോട്ടയ്ക്കാടിന്റെ മണ്ണിലെ താരപ്രമുഖ യൗവനത്തിന്റെ തീഷ്ണതയിൽ സൗന്ദര്യത്തിന്റെ പെരുമകൾ മാറിച്ചൂടി ആഘോഷം അലങ്കാരമാക്കി വളരുന്ന യുവസുന്ദരി, അഴകത്തിന്റെ മുഖമുദ്രയാകുന്ന വേദികളിൽ അഴകുകൊണ്ടും അളവിനാൽ എണ്ണപ്പെട്ട മണ്ണിൽ അതിനൊത്ത പെരുമ കൊണ്ടും പേരെടുത്ത് വളരുന്ന
കരിവീര സൗന്ദര്യത്തിന്റെ മഹിമയും പെരുമയും മലയാളത്തിന് കാണിച്ചു കൊടുത്ത് വേണാട്ടുമത്തിൽ തറവാട്ടിലെ സുന്ദരി കുട്ടി കടന്നു വരുന്നു. കൊടുങ്ങൂർ അമ്മയെ കരമുയർത്തി തൊഴുതുകൊണ്ട് പൂരം കൂടുവാൻ ഗജവേള നയിക്കുവാൻ ഹരിനാരായണ പ്രിയ ഗജറാണി വേണാട്ടുമത്തിൽ കല്യാണി. ശരത്തിന്റെയും അപ്പുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് വന്നു ചേരുകയാണ് കല്യാണി. അഴകിന്റെ ചാരുതകത്തിന്റെ വേദിയിൽ വാരി എഴുതി ആ വേഷത്തിന്റെ വശത്ത് വിരിയുവാൻ കടന്നു വരുന്നു കല്യാണി. വിസ്മയമീന കടന്നു വരുന്നു. കരിവീര കേരളം കരയിലേക്ക് യാചിക്കുന്ന അഴകിന്റെ ചാരുത സാധിക്കുന്നത് സൗന്ദര്യത്തിന്റെ നേതൃത്വമായ യുവസുന്ദരി ഹരിനാരായണ പ്രിയ ഗജറാണി വേണാട്ടുമത്തിൽ കല്യാണി കടന്നു വരുന്നു. അഴകിന്റെ വിസ്മയം പകരുന്ന കളിക്കുവാൻ പോകുന്ന വേദികളിൽ മാത്രം എഴുന്നള്ളിൽ നിന്ന് തന്റെ സൗന്ദര്യ മികവ് തെളിയിക്കുന്ന ഒരേ ഒരു കല്യാണി. ഇതാ വൈജയന്തിയുടെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന ഈ മണ്ണിൽ നിലക്കാത്ത സൗന്ദര്യത്തിന്റെ പ്രവാഹം കാണിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന കല്യാണി ഹരിനാരായണ പ്രിയ ഗജറാണി വേണാട്ടുമച്ചം കല്യാണി. കല്യാണിക്കും സാരഥിമാർക്കും ഈ മണ്ണിന്റെ തിരുമടിത്തട്ടിൽ ഒരുങ്ങുന്ന ഗജവേളയിലേക്ക് ആവേശം നുകരുവാൻ സ്വാഗതം. കൊടുങ്ങൂരമ്മയുടെ പൂരഭൂമിയിലേക്ക് ആവേശസാഗരത്തിലേക്ക് 1000 സ്വാഗതം സുസ്വാഗതം. അമ്മയുടെ തിരുമടിത്തട്ടിൽ ഇത് 2ാം വർഷവും ഒരുങ്ങുന്ന ഗജവിസ്മയത്തിൽ പിടിയാന ചന്തങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന ആ വർണ്ണപ്രപഞ്ചത്തിൽ ശബ്ദം കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും നിറസാന്നിധ്യമായി നിൽക്കുവാൻ സാധിച്ചതിൽ 1000 സന്തോഷം ഞങ്ങൾ അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ ശിരസ് നമിച്ചുകൊണ്ട് പ്രാർത്ഥനകളോടുകൂടി അർപ്പിക്കുകയാണ്. അറിഞ്ഞുമറിയാതെയും അന്ന് ഭവിച്ച എല്ലാ തെറ്റുകളും പൊറുക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സർവവും അമ്മയുടെ പാതാരബിന്ദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മറ്റൊരു പൂരാവേശത്തിൽ നമുക്ക് കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഈ മഹനീയമാകുന്ന ഈ യാമത്തിൽ ശബ്ദമിശ്രണ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് മനോഹരമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഉമാ സൗണ്ട്സിന്റെ മുഴുവൻ പ്രവർത്തകർക്കും ആത്മാർത്ഥമാകുന്ന നന്ദിയും ഒപ്പം അമ്മയുടെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹനീയമാകുന്ന വേദിയിൽ വീണ്ടും വന്നു ചേരുവാൻ ഇങ്ങനെ ഒരു അവസരമൊരുക്കി തന്ന ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾക്ക്, ഗജമേളയുടെ ഭാരവാഹികൾക്ക്, അരുൺ തുടങ്ങിയ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഞങ്ങളുടെ ആത്മാർത്ഥമാകുന്ന നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാം അമ്മയുടെ പാതാരബിന്ദങ്ങൾ സമർപ്പിക്കുന്നു. മറ്റൊരവസരത്തിൽ നമുക്ക് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിടവാങ്ങുന്നു. സ്നേഹത്തിനും നൽകിയ പ്രോത്സാഹനങ്ങൾക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ശൈലേഷ് വൈക്കം. ഒപ്പം അക്ഷരക്കൂട്ടങ്ങൾ എന്നുമെന്നും ഒപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന അഖിൽ ഷാജി 50. 1000 നന്ദി, 1000 സ്നേഹം. വീണ്ടും കണ്ടുമുട്ടാം. പ്രാർത്ഥനകളോടെ ശൈലേഷ് വൈക്കം. വർണ്ണാഭമായ ആഘോഷത്തിന്റെ ഈടുവെച്ചുകൊണ്ട് പരിവർത്തനം സാധിച്ച് നെറ്റിപ്പട്ടം കെട്ടി അസ്തമസൂര്യനെ വരെ ഒഴിപ്പിക്കുന്ന കമ്പിയുമായി പിടിയാന ചങ്ങകൾ ഒരു ഭൂമിയിലേക്ക് ചുവടുവെച്ചു. 2ാമത് പെൺപൂരം പിടിയാന ഗജമേള ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വർണ്ണാഭമായ ആന വരവേൽപ്പിന് ശേഷം ഇനി നടക്കാനുള്ളത് ഈ കൂടത്തിൽ ഏറ്റവും സുന്ദരിയാരാണ്, ഏറ്റവും മികച്ച ഗജറാണി ഏതാണ് എന്നുള്ള കാര്യമാണ്. വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് അതെന്ന് നമുക്കറിയാം. ഇന്ന് നമ്മുടെ ജഡ്ജിംഗ് പാനലിലുള്ളത് മലയാളിയുടെ സ്വന്തം ആരചാനായ ശ്രീ 4 എലിഫൻസിന്റെ സാരഥി ശ്രീകുമാർ അരുകുട്ടി, ശബ്ദം കൊണ്ട് കേരളത്തിലെ ആനപ്രേമികളെ ഒന്നാകെ ഉൾപ്പുളകം കൊള്ളിക്കാറുള്ള പ്രിയപ്പെട്ട വൈക്കം ശൈലേശൻ എന്നിവരാണ്. ഈ മഹത് മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ തിരുവിതാംകൂറിന്റെ ഇളപുറത്ത് തമ്പുരാൻ ശ്രീ ആദിത്യവർമ്മ അവർ, നള്ളിയൂർ ശ്രീ ദിവാകരൻ നമ്പൂതിരി അവർ തുടങ്ങിയ മഹാരഥന്മാർ വേദിയിലുണ്ട്. അടുത്തതായി ജഡ്ജിംഗ് ആണ് നടക്കാൻ പോകുന്നത്. അതിന് അല്പസമയം വേണ്ടി വരും. അതുവരെ എല്ലാവരും ആരാണ് ഈ കൂടെ ഏറ്റവും സുന്ദരി എന്നറിയാം.
മഹേശ്വരി പ്രിയ ഇപ്പതുപോലെ സുന്ദരിപ്പാട്ട പ്ലാത്തോട്ടം ബീന. കഴിഞ്ഞ വർഷം ആരംഭിച്ച പെരിയാർ പൂരം ഇന്ന് കേരളവും കടന്ന് ഇന്ത്യയും കടന്ന് ലോകമാകെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മഹാപെരിയാർ പൂരമായി മാറിയിരിക്കുകയാണ്. ഇത്രയേറെ ആയിരക്കണക്കിന് ആളുകളെ ആകർഷിച്ചുകൊണ്ട് ഈ പെരിയാർ പൂരം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞ നമ്മുടെ നാടിന് തികച്ചും അഭിമാനകരമായ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ രാജ വംശത്തിൻ്റെ രാജപരമ്പരയുടെ നേരവകാശിയായി ഇന്ന് മഹിമ പേറുന്ന ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട ആദിത്യ വർമ്മ അവர்கள் മള്ളിയൂരപ്പൻ്റെ മണ്ണിലെ തന്ത്രിയും വലിയ തിരുമേനിമാരുമായ ദിവാകരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ ദിവാകരൻ നമ്പൂതിരി അവர்கள் മറ്റേ വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും ഈ പെൺകൂടത്തിൽ പങ്കുചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്ക് ഒരായിരം നന്ദിയുണ്ട്. ഇന്ന് ഇവിടെ സമർപ്പിക്കപ്പെട്ട പെരിയാന പൂരത്തിലെ പെരിയാന റാണിപ്പട്ടം ഇതറാണിപ്പട്ടം സമർപ്പിക്കപ്പെട്ട പ്ലാത്തോട്ടം ബീനയ്ക്ക് കൊടുത്തതിൽ ഒരുപാട് സന്തോഷമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ശ്രീ ഫോർ എലിഫൻസിലെ എല്ലാമായ ശ്രീ ശ്രീകുമാർ അരിക്കുറ്റി പറഞ്ഞതുമാതിരി ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടായിരുന്നു വിധി നിർണ്ണയിക്കപ്പെട്ടത്. ആ സമയം പ്ലാത്തോട്ടം ബീന തന്നെയാണ് മനസ്സിലുണ്ടായിരുന്നത്. പ്രത്യേക ഗ്രഹങ്ങളെല്ലാം ചില സമയങ്ങളിൽ മനസ്സിലേക്ക് കയറി വരും എന്ന് പറയുന്ന മാതിരി സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്ലാത്തോട്ടം ബീനയ്ക്ക് ആ ഒരു എതിരാണ് പട്ടം സമർപ്പിക്കാൻ സാധിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷമാണ്. നമുക്കറിയാം, കോടനാടിൻ്റെ മണ്ണ് മുന്നണിയുടെ തമ്പുരാനായ സാക്ഷാൽ തൃശ്ശൂർ പേരൂരിന്റെ അഭിമാനവും ആന കേരളത്തിന്റെ എല്ലാമായിരുന്ന ശിവസുന്ദറും അഴകിന്റെ ഗജരാജ പെരുമാളായ നമ്മുടെ സ്വന്തം പാമ്പാടി രാജന്, അഴകിന്റെ മഴവിൽ കാവടിയായ ഈരാറ്റുപേട്ട അയ്യപ്പനുമെല്ലാം പിറന്നു വീണ മണ്ണിൽ നിന്നാണ് നമ്മുടെ വീണയും റാണിയും എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മണ്ണിനും ഒരു അഴകുണ്ട്. ആ മണ്ണിൽ നിന്ന് വരുന്നവർക്കും ഒരു അഴകുണ്ട് എന്ന് പറയുന്നത് മാതിരി കോടനാടിന്റെ മണ്ണിൽ പിറന്ന ബീനയ്ക്ക് ഇന്നത്തെ ഗിതറാണി പട്ടം നൽകിയതിൽ 1000 സന്തോഷം, 1000 അഭിമാനം. ആ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും ഈ ഒരു മഹനീയമാകുന്ന സംരംഭം ഒരുക്കിയ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾക്ക് 1000 ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം എല്ലാ കാര്യങ്ങൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹം. ഇതിലേ വിടാ ഇറക്കി കൊടുത്തിക്കണം. അല്ല അതോട് കയറി വേറെ ആരാണ് എന്നാലും വീര്യ അവിടെ വിളിച്ചാലോ വിളിച്ചാലോ അവിടെ
ഒന്ന് വിളിച്ചായി ഒന്നുകൂടെ ആയി ഇവിടെ